എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നോർമൽ ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു മെത്തേഡൊന്നും അല്ല, പക്ഷേ ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാറ്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2x2ൻ്റെ 1 മീറ്റർ ക്ലോത്താണ്. മെഷർമെൻറ്റ് ബ്ലൗസിൽ നിന്ന് അളവെല്ലാം എടുത്തിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് കണ്ടു നോക്കാം. ഫാബ്രിക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് 2 മെഷർമെൻറ്റ്സ് ആണ്. അതിൽ ആദ്യത്തേത് കിട്ടുന്നത് മെഷർമെൻറ്റ് ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ്. ചെസ്റ്റ് ഇവിടെ അളന്ന് നോക്കുമ്പോൾ എനിക്കിവിടെ 18 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇതും വേണം. പിന്നെ വേണ്ടത് ബ്ലൗസിൻ്റെ ലെങ്ത് ആണ്. അത് ഫ്രണ്ട് പോർഷനിൽ നിന്നാണ് കിട്ടുക. ഷോൾഡറിൽ ടേപ്പ് വെച്ചതിന് ശേഷം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ബ്ലൗസിൻ്റെ ലെങ്ത് കിട്ടും. എനിക്കിവിടെ 14.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഈ 2 മെഷർമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് ഫാബ്രിക് എങ്ങനെ ഫോൾഡ് ചെയ്യുന്നതെന്നുള്ളത് കാണാം. ഒട്ടുമിക്ക 2x2 തുണിയിൽ ഇതുപോലൊരു പ്രിൻറ്റ് വരാറുണ്ട് അല്ലേ? അത് ചേർന്ന് വരുന്ന സെൽവെഡ്ജ് ഭാഗമാണ് ആദ്യം ഫോൾഡ് ചെയ്യാൻ പോകുന്നത്. ഏത് മെഷർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റിൻ്റെ അളവെടുത്തില്ലേ നമ്മൾ 18 ഇഞ്ച്, അതിൻ്റെ പകുതി 9.25 പ്ലസ് 2 ഇഞ്ച് സീം അലവൻസ് ആണ് ഞാൻ ചേർക്കുന്നത്. അത് ചേർത്ത് 11.25 ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേ അളവ് ഫാബ്രിക് ഫുള്ളായിട്ട് ഞാൻ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ മടക്കിയെടുക്കുകയാണ്. ഇതിൽ ടോപ്പ് ലെയറിൽ ബ്ലൗസിൻ്റെ ഫ്രണ്ടിൽ വരുന്ന മെഷർമെൻറ്റ്സും ബോട്ടം ലെയറിൽ ബ്ലൗസിൻ്റെ ബാക്കിൽ വരുന്ന മെഷർമെൻറ്റ്സുമാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഇപ്പോൾ ഫോൾഡിംഗ് പാർട്ട് എന്നെ ഫേസ് ചെയ്തിട്ടാണ് ഉള്ളത്. ആദ്യം ചെയ്യുന്നത് ടോപ്പ് ലെയർ ഫാബ്രിക്കിനെ ഒന്ന് ലെവലാക്കി എടുക്കുക. അതായത് കയറി ഇറങ്ങി നിൽക്കുന്ന ഫാബ്രിക്കിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഈ ലൈനിൽ നിന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. ലെങ്ത്ത് 14.5 ഇഞ്ചാണ്. പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസ് ചേർത്ത് 16 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്കിലോട്ട് ഫാബ്രിക്കിൻ്റെ ഫോൾഡിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വൃത്തിയാക്കി വെക്കുകയാണ്. ഇപ്പോൾ അളന്ന് നോക്കുമ്പോൾ ലെങ്ത്ത് 16 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ വിഡ്ത്ത് 11.25 കിട്ടുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മേളിലത്തെ ഫാബ്രിക്കിൽ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. മേളിലത്തെ ഫാബ്രിക് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാണ്. 6 ഇഞ്ച് ഷോൾഡറാണ്. കാരണം ഞാനിവിടെ കട്ട് ചെയ്യുന്ന ബ്ലൗസ് മീഡിയം സൈസിലുള്ളതാണ്. അതിന് 6 ഇഞ്ച് ഷോൾഡർ തന്നെ ധാരാളമാണ്. ഇനി ആം ഹോളിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് നോക്കുകയാണ്. 6 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അത് അതേപടി ഞാൻ 6 ഇഞ്ചായിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ സ്ക്വയർ ആക്കിയിട്ട് അതിനുശേഷം ആം ഹോളിൻ്റെ കർവ് വരച്ചെടുക്കുകയാണ്. ഇനി അടുത്തത് നോക്കുന്നത് നെക്കിൻ്റെ ഡെപ്താണ്. ഫ്രണ്ട് നെക്ക് ഡെപ്ത് എനിക്കിവിടെ 6.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബാക്ക് നെക്ക് ഡെപ്ത് 9 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനി അതേപടി ഫാബ്രിക്കിലേക്ക് മാർക്ക് ചെയ്താൽ മതി. ഫ്രണ്ട് നെക്ക് 6.5 ഇഞ്ചായിട്ട് തന്നെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നെക്കിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ സ്ക്വയർ നെക്കാണ് വെക്കുന്നത്. നിങ്ങൾക്ക് റൗണ്ട് നെക്കോ ഇല്ല വേറെ എന്തെങ്കിലും ഡിസൈൻ നെക്ക് വേണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ മുകളിലത്തെ ലെയറിൽ മാത്രമാണ് മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ബോട്ടം ലെയറിൽ ഞാൻ ഈ ടോപ്പ് ലെയറിൻ്റെ അതേ ലെങ്ത് തന്നെ മാർക്ക് ചെയ്തതിന് ശേഷം ആ പോയിന്റിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് മേളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചിട്ട് അതുവഴി കട്ട് ചെയ്തെടുക്കുകയാണ്. എപ്പോഴും ബാക്ക് ബോഡീസിൻ്റെ ലെങ്ത് ഫ്രണ്ട് ബോഡീസിനെ അപേക്ഷിച്ച് ഒരു 1/2 ഇഞ്ച് മുതൽ 3/4 ഇഞ്ച് വരയ്ക്കും കുറവായിരിക്കും ലെങ്ത്ത്. ഇപ്പം ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റിൽ കൂടി ഒന്ന് ഫാബ്രിക് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞിരുന്നില്ലേ ഫ്രണ്ട് ബോഡീസിൻ്റെ ബാക്ക് ബോഡീസിൻ്റെ ലെങ്ത് തമ്മിലുള്ള വ്യത്യാസം. അതിൻ്റെ ആ ഒരു ഡിഫറൻസാണ് ഫാബ്രിക് കട്ടിങ്ങിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് കേട്ടോ. ഇനി ഞാൻ നെക്ക് കട്ട് ചെയ്യണേ. ആദ്യം നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ലെയർ മാത്രം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്ക് നെക്കിൻ്റെ ഡെപ്ത് 9 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. എന്നിട്ട് അത് തനിയെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനിത് ഷോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഈ ടോപ്പ് ലെയറിലാണ്. ബാക്ക് ബോഡീസ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞു. അതെടുത്ത് മാറ്റുകയാണ്. ഇതിപ്പോൾ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗമല്ലേ, അപ്പോൾ അതുകൊണ്ട് ആം ഹോള് ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്തിട്ട് അതുവഴി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം വേസ്റ്റ് ബാൻഡിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് അത് മെയിൻ ഫാബ്രിക്കിലേക്ക് മാർക്ക് ചെയ്യുകയാണ് ചെയ്യണത്. ആദ്യം പ്ലാക്കറ്റിൻ്റെ ആ ഭാഗം എത്രയാണെന്ന് നോക്കുക, 3.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡാർട്ടിൻ്റെ താഴെ കുഴിഞ്ഞിരിക്കുന്ന ഭാഗം എത്രയാണെന്ന് നോക്കുക, 2.25 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഈ 2 മെഷർമെൻറ്റിൻ്റെ കൂടെ 3/4 ഇഞ്ച് ആഡ് ചെയ്തിട്ടാണ് മെയിൻ ഫാബ്രിക്കിലേക്ക് മാർക്ക് ചെയ്യുന്നത്. ആദ്യം 4.25 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. പിന്നെ നടുവിലത്തെ ഭാഗം 3.25 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. അതിനുശേഷം ഇത് ആ ഒരു വേസ്റ്റ് ബാൻഡിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ഒരു കർവ് പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതാണല്ലോ, അതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. സെൻറ്റർ നോച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെയായാലും ഈ സെൻറ്ററിൽ ഡോട്ട് പിടിക്കുമ്പോൾ വേസ്റ്റ് ബാൻഡിന് ഇത്ര ലെങ്ത് ആവശ്യം വരുള്ളൂ. അപ്പോൾ ഏകദേശം 1 ഇഞ്ച് മുതൽ 1.5 ഇഞ്ച് വരെ ഈ വേസ്റ്റ് ബാൻഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ മൊത്തം ലെങ്ത് നമുക്ക് ഇത്രേ ആവശ്യം വരുന്നുള്ളൂ. ഇനി അടുത്തത് മാർക്ക് ചെയ്യാനുള്ളത് ഡാർട്ടാണ്. അപ്പോൾ അത് മെഷർമെൻറ്റ് ബ്ലൗസിൽ നിന്ന് തന്നെ നമ്മൾ അളവെടുത്തിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യത്തെ ഡാർട്ട് സെൻറ്ററിലേക്ക് വരുന്നത് ഇതാണ്. പിന്നെ രണ്ടാമത്തെ ആ വലിയ ഡാർട്ട് വീതിയിലിടില്ലേ, ആ ഡാർട്ട്. അപ്പോൾ സെൻറ്ററിലേക്ക് പോകുന്ന ഡാർട്ടിൻ്റെ ലെങ്ത്ത് നമ്മൾ ഷോൾഡർ ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കുമ്പോൾ 9 ഇഞ്ചിലാണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ മെയിൻ ഫാബ്രിക്കിൽ ഞാൻ ഈ ലൈൻ മാർക്ക് ചെയ്യുന്നതുണ്ടോ, അത് അടിച്ചു പോകാനുള്ള ലൈനാണ്. അവിടുന്ന് ടേപ്പ് വെച്ചിട്ട് ഞാൻ ഒരു 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് 9 ഇഞ്ചിൽ തന്നെ കിട്ടിക്കോളും. ഇനി അടുത്തത് ഡാട്ടിൻ്റെ നീളമാണ്. ഇവിടെ 2.25 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനിവിടെ മാർക്ക് ചെയ്യുന്ന കണ്ടില്ലേ, അത് അടിച്ചു പോകാനുള്ള ലൈനാണ്. അവിടുന്ന് 2.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്.
അടുത്തത് ആ വീതിയിലിടുന്ന ഡാർട്ട് ഉണ്ടല്ലോ അതിൻ്റെ അളവാണ്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ടേപ്പ് വെച്ച് നോക്കുമ്പോൾ 3.5 ഇഞ്ചിലാണ് കിട്ടിയിരിക്കുന്നത്. അത് ആ ലൈനിൽ നിന്ന് 3.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡാർട്ടിൻ്റെ വിഡ്ത്ത് 1.25 ഇഞ്ച് ആയിട്ടാണ്, മൊത്തം 2.5 ഇഞ്ച് വരുന്ന പോലെയാണ് മെഷർമെൻറ്റ് ബ്ലൗസിൽ. അതും അതേപടി മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡാർട്ടിൻ്റെ ഹൈറ്റ് 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ആം ഹോളിൽ നിന്ന് വരുന്ന ഡാർട്ടാണ്. അതൊരു ഏകദേശ കണക്കിലാണ് നമ്മൾ ഇടുന്നത്. ഇനി ഈ ഡാർട്ട് തമ്മിലുള്ള അകലം നമ്മൾ മെഷർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ 2 ഇഞ്ചിലാണ് എല്ലാ ഡാർട്ടുകളും ഇരിക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്കൊരു പോയിൻറ്റഡ് കപ്പാണ് വേണ്ടതെങ്കിൽ ഇപ്പം ഞാൻ മാർക്ക് ചെയ്യുന്ന കണ്ടോ, അത്രയും ദൂരത്തിൽ നിങ്ങൾ ഡാർട്ടിൻ്റെ നീളം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പോയിൻറ്റഡ് കപ്പ് കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ ഡാർട്ട് പോയിൻറ്റ്സ് ഒക്കെ അപ്പുറത്തെ ഭാഗത്തോട്ട് കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്, നോച്ചസും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ ഡാർട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന അതേപോലെ തന്നെ ഞാൻ ഈ സൈഡിലും ഡാർട്ട് മാർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ എന്തൊക്കെ മാർക്ക് ചെയ്യാനുണ്ടോ അതെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്യാണ് വേണ്ടത്. നമ്മൾ ഓൾറെഡി മെയിൻ ഫാബ്രിക്കിൽ ഒരു വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തിട്ടുണ്ട്. 3 ലെയറാണ് വേസ്റ്റ് ബാൻഡിന് വേണ്ടത്. തുണി കുറച്ച് കുറവായത് കാരണം ഞാൻ ഒരു ലെയർ വേറൊരു കളറിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയായാലും ഉള്ളിലോട്ട് പോകുന്നതായത് കാരണം കുഴപ്പമില്ല. ഇനി ഒരു ലെയറും കൂടി നമുക്ക് ആവശ്യമുണ്ട്, അത് നമുക്ക് മെയിൻ ഫാബ്രിക്കിൽ തന്നെ കിട്ടും. വേസ്റ്റ് ബാൻഡിൻ്റെ സെൻറ്ററിലേക്ക് വരുന്ന ഭാഗത്താണ് ഞാനിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ദാ മെയിൻ ഫാബ്രിക്കിൽ നിന്ന് ഞാൻ വേറൊരു ലെയറും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. വേസ്റ്റ് ബാൻഡിൻ്റെ 2 ലെയർ ഇപ്പോൾ ഒരേ കളറിലിരിക്കുന്ന കാരണം ചിലപ്പോൾ അതിൻ്റെ പെയർ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാനൊരു നമ്പർ ഇട്ടിട്ട് അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ വേസ്റ്റ് ബാൻഡ് റെഡി ആയി കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഫാബ്രിക് 4 ഫോൾഡായിട്ട് ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി മെഷർമെൻറ്റ് ബ്ലൗസിൽ നിന്ന് അളവൊക്കെ എടുത്തിട്ട് മാർക്ക് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ മെഷർമെൻറ്റ് ബ്ലൗസിൽ അളവ് നോക്കുമ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ചായിട്ടാണ് കിട്ടുന്നത്. ഞാനിവിടെ സ്ലീവിൻ്റെ താഴെ ഒരു ലേസ് അറ്റാച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 10 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചാണ് സീം അലവൻസ് വിടുന്നത്. 11.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ സാധാരണ ഇങ്ങനത്തെ ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ താഴെ മടക്കി ഹെമ്മിങ് ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ സീം അലവൻസ് 1.5 ഇഞ്ച് തന്നെ ആഡ് ചെയ്യണേ. ഇപ്പോൾ ഞാൻ മെഷർമെൻറ്റ് ബ്ലൗസ് മെയിൻ ഫാബ്രിക്കിലേക്ക് വെച്ചിട്ട് അതിൻ്റെ അളവ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മേലെ വരച്ച ലൈൻ ഉണ്ടല്ലോ അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ലീവിൻ്റെ കർവ് വരച്ചെടുക്കുകയാണ്. പിന്നെ എക്സ്ട്രാ 2 ഇഞ്ച് സീം അലവൻസ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത വഴി കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. സെൻറ്റർ നോച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗത്തോട്ട് വരുന്ന ഭാഗം 1/2 ഇഞ്ച് മുതൽ 3/4 ഇഞ്ച് വരെ ഉള്ളിലോട്ട് കുഴിച്ച് വെട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വരച്ചിട്ട് അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇതിൻ്റെ താഴത്തൊരു ലേസാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന്, ആ ലേസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞു. മൊത്തം ബ്ലൗസേ കട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മൾ. നോർമൽ ബ്ലൗസ് ഞാൻ ഇങ്ങനെയാണ് വർഷങ്ങളായിട്ട് കട്ട് ചെയ്യാറ്. ഇങ്ങനെ തയ്ക്കുമ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുമുണ്ട്. യൂട്യൂബിൽ തന്നെ ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കട്ട് ചെയ്യുന്ന ഈ രീതിക്ക് ആരും കട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വോയിസ് ഓവർ കൊടുത്തിട്ടൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ ഇപ്പോൾ കട്ട് ചെയ്ത ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി.